ഹായ് എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു പുരുഷൻ എങ്ങനെയാണ് അവൻ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ പരീക്ഷിക്കാറുള്ളത് എന്നുള്ളതാണ്. സാധാരണ സ്ത്രീകളായാലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും അവർ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ ചെറിയ രീതിയിലൊക്കെ പരീക്ഷിക്കാറുണ്ട്. ആളെങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമാണ്. അപ്പോൾ ഞാൻ ഇന്നീ പറയുന്ന രീതിയിൽ എന്തായാലും മിക്ക ആൺകുട്ടികളും പെൺകുട്ടികളെ പരീക്ഷിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇപ്പോൾ പ്രണയത്തിലായി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ പരീക്ഷിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം അവരങ്ങനെ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ വിജയിക്കേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതോടൊപ്പം തന്നെ ഇത് മനസ്സിൽ വെച്ചിട്ട് പെരുമാറാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ നമ്മളെ പരീക്ഷിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരവരുടെ ഫീമെയിൽ ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ്. ഫീമെയിൽ ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് മേ ബി ഇപ്പോൾ നിലവിലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മുൻപേ അവർക്ക് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം. ഇങ്ങനെ പല പെൺകുട്ടികളെ കുറിച്ചും നിങ്ങളോട് അവർ പറയുന്നുണ്ടാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജലസി വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഒരു അസൂയ വരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പോസസീവ്നെസ് ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. അത് അവർ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് കരുതി ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ചെറിയ രീതിയിലൊക്കെ ഒന്നും മുഖം വാടിയാലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും വലിയൊരു അസൂയ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നിങ്ങൾ കാണിക്കരുത്. കാരണം നിങ്ങൾ അവരോട് പറയേണ്ടത് ഈ രീതിയിലാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സാണ്, അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പെരുമാറുക. അതല്ലാതെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ഒരു കാരണവശാലും പറയരുത്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് അവരുടെ ഫീമെയിൽ ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ജലസി കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങളോട് അവർ പറയാനുള്ള സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഓർത്ത് വെക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ അത്തരത്തിൽ അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് പലതും പറയുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മീൻസ് പിറന്നാൾ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുമോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ആ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ചെറിയ മറവികളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, അതുകൊണ്ട് ചെറുതായി മറന്നുപോയാലും കുഴപ്പമില്ല. എങ്കിലും കൂടുതലും അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുൻപുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കും എന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അവസാനിച്ചത്, ബ്രേക്കപ്പ് എങ്ങനെയാണ് സംഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. കാരണം നിങ്ങൾ അതിൽ എത്രത്തോളം സത്യസന്ധയായിരുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രേക്കപ്പ് ആവുന്നതിന് നിങ്ങളാണോ ഒരു കാരണക്കാരി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരാണോ ചെയ്തിട്ടുള്ളത്, അപ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുൻ റിലേഷൻഷിപ്പിന്റെ ബ്രേക്കപ്പിനെ കുറിച്ചൊക്കെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. സാധാരണ നിങ്ങൾ മനസ്സിലാക്കുക, പുരുഷന്മാർക്ക് മുൻപുള്ള പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയെക്കുറിച്ചോ പറഞ്ഞു കേൾക്കുന്നത് ഇഷ്ടമല്ല. അവർക്ക് അങ്ങനെ കേൾക്കുന്നത് തന്നെ തീരെ താല്പര്യമില്ല. എന്നിട്ടും അവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരൊരു പ്ലാൻസും ഇല്ലാതെ, പ്രത്യേകിച്ച് പ്ലാനിങ്സ് ഒന്നും നടക്കാതെ തന്നെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ എങ്ങനെയാണ് അവരോട് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്നേഹിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവില്ലേ? ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ബിഹേവ് ചെയ്യുക, അവരോട് പിന്നീട് അങ്ങോട്ട് പെരുമാറുന്നത്. അപ്പം അത്തരത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാതെ തന്നെ ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും രീതിയിൽ പുരുഷന്മാർ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ പരീക്ഷിക്കാറുണ്ട്. ഇത് 2-3-4 കാര്യങ്ങളേ ഉള്ളൂ. ഇത് മാത്രം നല്ല, ഇതിൽ കൂടുതലുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ 4 കാര്യങ്ങളെ പറയുന്നുള്ളൂ. മാത്രമല്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്